ഭക്തലക്ഷങ്ങൾക്ക് ദർശന സായുജ്യമായി മകരജ്യോതി. വിശദാംശങ്ങളിലേക്കൊക്കെ വരാം. ആദ്യം ന്യൂസ് അറ്റ് 7-ൽ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഭക്തിസാന്ദ്രമായി ശബരിമല. മകരസംക്രമ സന്ധ്യയിൽ അയ്യന് തിരുവാഭരണം ചാർത്തി ദീപാരാധന. ശരണമുഖരിതമായി സന്നിധാനം. മകരവിളക്ക് തൊഴുത് ഭക്തലക്ഷങ്ങൾ. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് ലക്ഷദീപം. ഗരുഡ വാഹനങ്ങളിൽ മകരശീവേലി എഴുന്നള്ളിപ്പ് രാത്രി 8:30-ക്ക്. ശബരിമലയിലെ കൊടിമരം മാറ്റി സ്ഥാപിച്ചതും പ്രത്യേക സംഘം അന്വേഷിക്കും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം SIT-യും ദേവസ്വം വിജിലൻസും അന്വേഷണം തുടങ്ങി. വാജീവാഹനം തന്ത്രിക്ക് നൽകിയത് കീഴ്വഴക്കം അനുസരിച്ചെന്ന് മുൻ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിൽ. സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യമില്ല. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ വർണ്ണാഭമായി തുടക്കം. മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന ഛിദ്ര ആശയങ്ങൾ തള്ളണമെന്നും ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കണമെന്നും മുഖ്യമന്ത്രി. രാഷ്ട്രീയ വിമർശനത്തിന് മറുപടിയില്ലെന്നും പരാതികളില്ലാത്ത കലോത്സവം നടക്കട്ടെ എന്ന് സുരേഷ് ഗോപി. വേദികൾ സജീവം. കേരള കോൺഗ്രസ് എമ്മിന് മുന്നണി മാറ്റമില്ല. അഭ്യൂഹങ്ങൾ തള്ളി ചെയർമാൻ ജോസ് കെ മാണി. LDF-ൽ ഉറച്ചു നിൽക്കുമെന്നും ആരും കരയേണ്ടെന്നും വിശദീകരണം. പലയിടങ്ങളിൽ നിന്നും ക്ഷണം വരുന്നുണ്ടെന്നും കേരള കോൺഗ്രസ് എവിടെയോ അവിടെ ഭരണമുണ്ടാകുമെന്നും ജോസ് കെ മാണി. KM മാണിയുടെ പേരിൽ സ്മാരകം നിർമ്മിക്കുന്നതിനായി കവടിയാറിൽ ഭൂമി അനുവദിച്ച സംസ്ഥാന സർക്കാർ. അധ്യാപക യോഗ്യതാ പരീക്ഷയായ KTET മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി പുതിയ ഉത്തരവിറക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. KTET യോഗ്യതയില്ലെങ്കിൽ സ്ഥാനക്കയറ്റമുണ്ടാകില്ലെന്ന മുൻ ഉത്തരവിലെ വിവാദ പരാമർശം ഒഴിവാക്കി. ഭിന്നശേഷി വിഭാഗത്തിലെ അധ്യാപക നിയമനങ്ങൾക്ക് KTET നിർബന്ധം. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കാന്തപുരം AP വിഭാഗവുമായുള്ള ബന്ധം ദൃഢമാക്കാനൊരുങ്ങി മുസ്ലിം ലീഗ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയുടെ സ്വീകരണ പരിപാടിയിൽ ലീഗ് നേതാക്കൾ സജീവ സാന്നിധ്യമാണ്. ജനുവരി 1-നാണ് കാന്തപുരം AP മുസ്ലിയാരുടെ കേരള യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായത്. 1989-ലെ സമസ്ത സുന്നി പിളർപ്പിനെ തുടർന്ന് രൂപീകരിച്ച കാന്തപുരം നയിക്കുന്ന ജംഇയ്യത്തുൽ ഉലമ ഇക്കാലം വരെ ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇടതുമുന്നണിയോട് അകലം പാലിച്ചു വരികയാണ്. വെള്ളാപ്പള്ളിയുടെ വിവാദ മലപ്പുറം പരാമർശത്തിൽ കടുത്ത എതിർപ്പുയർത്തിയതിന് പിന്നാലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ലേക്ക് കാന്തപുരം വോട്ടുകൾ ഒഴുകുന്നതാണ് കണ്ടത്. സമസ്ത EKയിലെ ഒരു വിഭാഗം ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് കാന്തപുരവുമായുള്ള അടുപ്പം സുദൃഢമാക്കിയിട്ടുള്ളത്. കേരള യാത്ര കാസർഗോഡ് നിന്ന് മലപ്പുറം എത്തിയപ്പോഴേക്കും ലീഗിലെ പ്രമുഖ നേതാക്കൾ പലരും കാന്തപുരത്തിനൊപ്പം വേദി പങ്കിട്ടിരുന്നു. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയും കാന്തപുരം വേദിയിൽ സജീവ സാന്നിധ്യമായി. CPM നേതാവ് AK ബാലൻ്റെ പരാമർശത്തിൽ ലീഗിനൊപ്പം കാന്തപുരവും കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. സമസ്ത EK വിഭാഗത്തിൻ്റെ 100-ാം വാർഷിക സമ്മേളനം കാസർഗോഡ് തുടങ്ങാനിരിക്കെയാണ് ലീഗ് കാന്തപുരവുമായി കൈകോർക്കാനൊരുങ്ങുന്നത്. CPM-നോടുള്ള കാന്തപുരത്തിൻ്റെ അകൽച്ച തിരഞ്ഞെടുപ്പിൽ പരമാവധി മുതലാക്കാനാണ് മുസ്ലിം ലീഗിൻ്റെ നീക്കം. S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. കേരള കോൺഗ്രസ് എം UDF-ലേക്ക് എന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം. LDF-നൊപ്പം പാർട്ടി ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കി. കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെയാണ് ഭരണമുണ്ടാവുക എന്നതാണ് സമീപ ദിവസങ്ങളിലെ വ്യാജ പ്രചരണങ്ങൾ തെളിയിക്കുന്നതെന്നും ജോസ് കെ മാണി പറഞ്ഞു. ജെറുസലത്തിലെ സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിപുലിക്കുന്നു. ഒറ്റ കാര്യം, കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെയായിരിക്കും ഭരണമുള്ളത്. ഞങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഉറച്ചതാണ്. കേരള കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഏത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനത്തിനോടൊപ്പം മുഴുവൻ 5 MLA-മാരും ഉണ്ടാകും.
ബൈബിൾ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയത്. എല്ലാ ദിവസവും രാഷ്ട്രീയ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കേണ്ട കാര്യമില്ല. കേരള കോൺഗ്രസ് എവിടെയാണോ അവിടെയാണ് ഭരണം എന്നതാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ വ്യക്തമാക്കുന്നത്. പാർട്ടിയിൽ ഒരു തരത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളില്ല. പാർട്ടിയുടെ 5 MLA-മാരും പാർട്ടി നിലപാടിനൊപ്പം തന്നെയാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. കേരള കോൺഗ്രസ് 5 വർഷക്കാലം മുമ്പ് എടുത്ത ഒരു നിലപാട് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കേരള കോൺഗ്രസ് പാർട്ടി 5 വർഷക്കാലം മുമ്പ് ഞങ്ങളെ പുറത്താക്കുക, UDF പുറത്താക്കുകയോ ചെയ്തത്. പുറത്താക്കിയതിന് ശേഷം ഞങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം ഒരു നിലപാടെടുത്തു. ആ നിലപാട് ഉറച്ചതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു ഞങ്ങൾ ഹാപ്പിയാണ്. LDF ജാഥയിൽ താൻ തന്നെയായിരിക്കും ക്യാപ്റ്റൻ. സോണിയാഗാന്ധിയുമായി ചർച്ചകൾ നടത്തിയിരുന്നോ എന്ന ചോദ്യവും ജോസ് കെ മാണി തള്ളി. ചർച്ചകൾ നടന്നു എന്ന് പറയുന്നവരാണ് എവിടെ എപ്പോൾ ചർച്ചകൾ നടന്നു എന്ന് വ്യക്തമാക്കേണ്ടത്. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റിൽ മത്സരിക്കണമെന്നും ഏതൊക്കെ സീറ്റിൽ ആരൊക്കെ മത്സരിക്കണമെന്നതും 16-ന് നടക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തീരുമാനിക്കുമെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, കോട്ടയം. കേരള കോൺഗ്രസ് മുന്നണി മാറ്റത്തിന് താൽപര്യം പ്രകടിപ്പിക്കാത്തിടത്തോളം മറ്റ് ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇടതുമുന്നണിയുടെ ഭാഗമാണെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടുണ്ട്. UDF-ന്റെ ജനകീയ അടിത്തറ ശക്തിപ്പെടുത്താൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ചാക്കിട്ട് പിടിക്കേണ്ടതില്ല. വരുന്ന തിരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റ് നേടി കോൺഗ്രസ് വിജയിക്കുമെന്നും വലിയ പരാജയമാണ് ഇടതുപക്ഷത്തിനെ കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അല്ല, അവരിപ്പോൾ ഇടതുമുന്നണിയുടെ ഭാഗമാണെന്നാണല്ലോ ജോസ് കെ മാണി തന്നെ പറയുന്നത്. പിന്നെ ഇപ്പോൾ എന്ത്, അവർ മുന്നണി വിട്ടു വരികയോ അവർ മുന്നണി വിടുന്ന താല്പര്യം പ്രകടിപ്പിക്കുമ്പോഴോ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അല്ലാത്തപ്പോഴെന്ത് ചർച്ച ചെയ്യാനാണ്? അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അവർ തീരുമാനിച്ചൊരു മുന്നണിയിൽ പുറത്ത് വരികയാണെങ്കിൽ നമുക്കതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശരിയാണോ? അവരിപ്പോൾ ഇടതു മുന്നണിയുടെ ഭാഗമായി നിൽക്കുകയല്ലേ. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു നിലപാട്. ഞങ്ങൾ എല്ലാ കാര്യത്തിലും എടുത്തേക്കുന്ന നിലപാട് അതാണ്. ഈ കാര്യത്തിൽ അവർ ഒരു തരത്തിലും അല്ലെങ്കിൽ ഇടതു മുന്നണി തന്നെ നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ പിന്നീട് ചർച്ചയുടെ പ്രസക്തി അവിടെ ഉണ്ടാകുകയില്ല. വരാൻ പോകുന്ന പാർലമെൻറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 100 സീറ്റുകളിൽ കൂടുതൽ നേടി അധികാരത്തിൽ വരുമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഒരു സംശയവുമില്ല. കേരളത്തിലെ ജനങ്ങൾ UDF-ന് അനുകൂലമായി ചിന്തിക്കുന്നു. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണ മാറ്റമാണ്. അത് മനസ്സിലാകാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മാത്രമേ ഇത് മനസ്സിലാകാതുള്ളൂ. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റത്തിൽ ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. മുന്നണി ആരുടെയും പുറകെ പോകില്ല, ആർക്ക് നേരെയും വാതിൽ കൊട്ടിയടയ്ക്കുകയുമില്ല. സഹകരിക്കാൻ തയ്യാറുള്ളവരെ സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, കേരള കോൺഗ്രസ് എം UDF-ലേക്ക് വരുന്നതിനെ തുടക്കം മുതൽക്ക് സ്വാഗതം ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അവർ വരുന്നതിൽ വ്യക്തിപരമായിട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ തീരുമാനം എടുക്കേണ്ടത് പാർട്ടി മുന്നണിയാണ്. സഹകരിക്കാൻ താൽപര്യമുള്ളവരെ ചേർത്ത് നിർത്തണമെന്നത് UDF-ന്റെ നേതാക്കൾ ഒരുമിച്ചെടുത്ത തീരുമാനമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. രാഷ്ട്രീയ അടിത്തറ വിപുലീകരണം മുസ്ലിം ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല. ഒരു പ്രത്യേക പാർട്ടിയെ കേന്ദ്രീകരിച്ചോ വിഭാഗത്തെ കേന്ദ്രീകരിച്ചോ അല്ല ചർച്ച നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിൽ നിന്ന് വനിതാ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. UDF-ന്റെ അടിത്തറ വിപുലീകരിക്കണം, UDF-ന്റെ ആശയങ്ങളുമായി യോജിക്കുന്ന വിഭാഗങ്ങളെയും സംഘടനകളെയും ഒക്കെ UDF-മായി സഹകരിപ്പിക്കണമെന്ന തീരുമാനം UDF മൊത്തത്തിലെടുത്താണ്. അത് മുസ്ലിം ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല. UDF ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അതനുസരിച്ച് ആണ് ഞങ്ങൾ അൻവറിനെ അസോസിയേറ്റ് മെമ്പറാക്കാൻ തീരുമാനിച്ചത്, ജാനുവിനെ അസോസിയേറ്റ് മെമ്പറാക്കാൻ തീരുമാനിച്ചത്. അതൊക്കെ മൊത്തത്തിൽ UDF എടുക്കുന്ന തീരുമാനമാണ്. അതുപോലെ തന്നെയാണ് മറ്റ് UDF-മായി യോജിക്കാവുന്ന ആശയക്കാരെ UDF-മായി സഹകരിപ്പിക്കാൻ എടുക്കുന്ന തീരുമാനം. എല്ലാവരും ഒരുമിച്ചാണ് എടുക്കുക. ഏതെങ്കിലും ഒരു പാർട്ടി മുൻകൈ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, ഞങ്ങളൊരു പ്രത്യേക പാർട്ടിയെ കേന്ദ്രീകരിച്ചോ പ്രത്യേക വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചോ അല്ല ചർച്ച നടക്കുന്നത്. ആശയപരമായി യോജിക്കാവുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും കൂടെ നിർത്തണം എന്ന് തന്നെയാണ് UDF-ന്റെ ആഗ്രഹം.
ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലുമായി തെളിവെടുപ്പ് നടത്തി പ്രത്യേക അന്വേഷണ സംഘം. തിരുവല്ല ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. കനത്ത സുരക്ഷയിലായിരുന്നു നടപടിക്രമങ്ങൾ. പാലക്കാട് ഹോട്ടൽ മുറിയിൽ നിന്ന് ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഫോണിൽ നിർണായക ചാറ്റുകളുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. അതിനിടെ പീഡന പരാതിയിൽ വിദേശത്തുള്ള യുവതിയുടെ രഹസ്യമൊഴിയെടുക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ഇതിനായി തിങ്കളാഴ്ച ഹൈക്കോടതിയുടെ അനുമതി തേടും. യുവതി താമസിക്കുന്ന രാജ്യത്തെ ഇന്ത്യൻ എംബസി വഴി വീഡിയോ കോൺഫറൻസിലൂടെയാണ് രഹസ്യമൊഴിയെടുക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റിക്ക് വിടണമെങ്കിൽ MLA-മാർ ആരെങ്കിലും പരാതി നൽകണമെന്ന് സ്പീക്കർ AN ഷംസീർ. നിലവിലെ നിയമസഭാ സാമാജികർ നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടാനാകുകയുള്ളൂവെന്നും സ്പീക്കർ വ്യക്തമാക്കി. ഒരുപാട് പ്രൈവറ്റ് കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ട് ഞങ്ങളുടെ മെയിലിലേക്ക്. അദ്ദേഹത്തെ അയോഗ്യനാക്കണം, അദ്ദേഹത്തെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ്, പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള. അപ്പം അതിൽ പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റിക്ക് സ്പീക്കർക്ക് മൂവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ സഭക്കകത്തിൽ ഏതെങ്കിലും സാമാജികന്മാർ പരാതി തരണം. സഭക്കകത്തിൽ ഏതെങ്കിലും സാമാജികന്മാർ പരാതി തന്നാൽ അത് പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. ഭക്തലക്ഷങ്ങൾക്ക് ദർശന സായുജ്യമായി മകരജ്യോതി. ഭക്തിസാന്ദ്രമായിരുന്നു സന്നിധാനം. മണ്ണിലും വിണ്ണിലും മകരവിളക്കിന്റെ പുണ്യം നുകർന്നാണ് ഓരോ ഭക്തരും ഇപ്പോൾ മലയിറങ്ങുന്നത്. തിരുവാഭരണം ചാർത്തി 6:45 തന്നെ ദീപാരാധന നടന്നു. ആ സമയത്താണ് കിഴക്കൻ ചക്രവാളത്തിൽ മകരനക്ഷത്രം ഉദിച്ചത്. ശരണമുഖരിതമായിരുന്നു സന്നിധാനം. ഭക്തലക്ഷങ്ങളാണ് വ്രതം നോറ്റ് ഈ മകരജ്യോതിക്കായി ദിവസങ്ങളോളം കാത്തിരുന്നത്. മകരജ്യോതി ദർശനത്തിനായി പൂങ്കാവനത്തിലാകെ പർണശാല കെട്ടി കാത്തിരുന്നായിരുന്നു ഓരോ തീർത്ഥാടകരും ഈ ദിവസത്തിനായി കാത്തിരുന്നത്. മകരസംക്രമ പൂജ, തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന, മകരജ്യോതി ദർശനം, മാളികപ്പുറത്ത് നിന്നുള്ള അയ്യപ്പസ്വാമിയുടെ എഴുന്നള്ളത്ത്, മണിമണ്ഡപത്തിലെ കളമെഴുത്ത് എന്നിവയൊക്കെയായിരുന്നു ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ. ഏകദേശം 2 ലക്ഷത്തിലേറെ തീർത്ഥാടകർ ഈ മകരജ്യോതി കാണാൻ സന്നിധാനത്ത് എത്തിയെന്നാണ് പോലീസിൻ്റെയൊക്കെ ഒരു വിലയിരുത്തൽ. മകരജ്യോതി കാണാവുന്നിടത്തെല്ലാം ഇടം പിടിച്ച് ഭക്തരുണ്ടായിരുന്നു. അയ്യപ്പന്മാർ നിറഞ്ഞതോടെ ഭക്തിപ്രഭയിലായിരുന്നു സന്നിധാനം. വിശദാംശങ്ങളുമായി സന്നിധാനത്ത് നിന്നും രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, അങ്ങനെ ദിവസങ്ങൾ നീണ്ട ഒരു കാത്തിരിപ്പിലായിരുന്നു. ലക്ഷക്കണക്കിന് ഭക്തരാണ് മകരജ്യോതിയുടെ അല്ലെങ്കിൽ മകര സംക്രമത്തിൻ്റെയൊക്കെ ആ സായുജ്യം അടഞ്ഞിരിക്കുന്നത്. ഇനിയെല്ലാം ഭക്തർ മലയിറങ്ങുന്ന ഒരു തിരക്കിലാണ്. എന്തൊക്കെയാണ് സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങൾ? ശബരിമലയിലും സന്നിധാനത്തും നിറഞ്ഞു നിന്ന ലക്ഷക്കണക്കിന് ഭക്തരാണ് മകരവിളക്ക് ദർശിച്ചപ്പോൾ മടക്കയാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മകരവിളക്ക് ദർശിക്കുന്നതിനായി ശബരിമലയിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമായി 1.5 ലക്ഷം മുതൽ 2 ലക്ഷത്തോളം അയ്യപ്പ ഭക്തർ തടിച്ചുകൂടിയിരുന്നു. വൈകിട്ട് 5:30യോടുകൂടിയാണ് ശരംകുത്തിയിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് എത്തിച്ചത്. സന്നിധാനത്ത് പിന്നീട് തിരുവാഭരണം ചാർത്തി ദീപാരാധന നടന്നു. ദീപാരാധനയ്ക്ക് ശേഷമാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദൃശ്യമായത്. മകരജ്യോതിയും മകരവിളക്കും ദൃശ്യമാവുകയായിരുന്നു. അയ്യപ്പ ഭക്തർ, ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ സായുജ്യമടഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം അവരുടെ ഒരു കാത്തിരിപ്പ്, ഇത്രയും നാൾ നീണ്ടുനിന്ന ഒരു കാത്തിരിപ്പ്, വ്രതശുദ്ധിയോടുകൂടിയുള്ള ഒരു കാത്തിരിപ്പിനാണ് സമാപനമായത്. അങ്ങനെ ഒരു മകരവിളക്കിന് കൂടി, ഒരു മകരവിളക്ക് തീർത്ഥാടനത്തിന് കൂടി സമാപനമാകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ശബരിമല ADM കൂടിയായിട്ടുള്ള അരുൺ എസ് നായരാണ്. സർ, വലിയൊരു അധ്വാനത്തിൻ്റെ ഫലം അല്ലെങ്കിൽ അത്തരത്തിലൊരു വലിയ ഒരു സായുജ്യം തന്നെ നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു തീർത്ഥാടന കാലം വളരെ പെട്ടെന്ന് ഈ ഒരു രീതിയിൽ സമാപിക്കുമ്പോൾ എന്താണ് ആദ്യം തന്നെ അത് സംബന്ധിച്ച് പറയാനുള്ളത്? നമ്മുടെ ഇപ്പോൾ ഒരു വർഷത്തെ ഭക്തരുടെ കാത്തിരിപ്പാണ് മകരവിളക്കും അതുപോലെ തന്നെ മകരജ്യോതി ദർശിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ മുഹൂർത്തമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഭക്തരെ തിരിച്ച് അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് സുരക്ഷിതമാക്കി മടക്കി അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോലീസ് കൃത്യമായിട്ടുള്ള ഒരു സ്കീം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഭക്തരിപ്പോൾ സന്നിധാനത്ത് നിന്നും പമ്പയിലേക്ക് മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. പമ്പയിൽ നിന്നും അവരെ വാസസ്ഥലങ്ങളിലേക്ക് അയക്കാൻ 1000-ഓളം KSRTC ബസ്സുകൾ നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വകുപ്പുകളും കൃത്യമായിട്ട് ഏകോപനത്തോടു കൂടി ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഭക്തരെയും ഈ ഒരു മകരവിളക്കിന് ശേഷം അവരെ സുരക്ഷിതമായി മടക്കി അയക്കുക എന്ന ദൗത്യത്തിലാണ്.
അതുതന്നെയാണ് കൃത്യമായി ഓരോ വകുപ്പുകളും അവരവരുടെ ജോലികൾ കൃത്യമായി ചെയ്തതോടുകൂടി തന്നെ അയ്യപ്പ ഭക്തരെ മകരജ്യോതി കണ്ട് കൃത്യമായി തിരികെ അവരവരുടെ വീടുകളിലേക്ക് അയക്കാൻ കഴിയുന്നു എന്ന സന്തോഷത്തിലാണ് ദേവസ്വം വകുപ്പും അതുപോലെ തന്നെ എ ഡി എം ഉൾപ്പെടെയുള്ളവർ അവരുടെ ആ ഒരു ആശ്വാസവും ഒരു സമാധാനവും ഒക്കെ അവർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിലുമായി ചേർന്നിട്ടുള്ള 10ഓളം സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെ എല്ലാം തന്നെ മകരവിളക്ക് ദർശിക്കാൻ കഴിഞ്ഞു. എല്ലാവരും തന്നെ മകരവിളക്ക് ദർശിച്ച മടങ്ങുന്ന ഒരു കാഴ്ച പുല്ലുമേടടക്കം ഇടുക്കി ജില്ലയുടെ പുല്ലുമേടടക്കം അത് ശബരിമലയിൽ നിന്ന് തന്നെ നമുക്ക് ദൃശ്യമാകാൻ കഴിഞ്ഞിരുന്നു. അവിടെ ഭക്തർ നിന്ന് മകരവിളക്ക് ദർശിക്കുന്നത് അങ്ങനെ ലക്ഷക്കണക്കിന് ഭക്തരുടെ ഒരു വലിയ സായുജ്യം അവരുടെ ഒരു വലിയ കാത്തിരിപ്പിനാണ് മകരവിളക്കോടുകൂടി സമാപനമാകുന്നത്. ഇനിയുള്ള 5 ദിവസം പൂജകളുടേതാണ്. ശബരിമലയിൽ മണിമണ്ഡപത്തിൽ നടക്കുന്ന പ്രത്യേക പൂജകൾക്കാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. അതോടുകൂടി ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് സീസണ് സമാപനമാവുകയും ചെയ്യും. ശരി, ലക്ഷക്കണക്കിന് ഭക്തരാണ് പറഞ്ഞ പോലെ തന്നെ സായുജ്യമടഞ്ഞ് സന്നിധാനത്ത് നിന്ന് മടങ്ങുന്നത്. ഭക്തിസാന്ദ്രമാണ് സന്നിധാനം ഇപ്പോഴും. തിരുവാഭരണം ചാർത്തി 6:40 ദീപാരാധന നടന്നത്. അതിനുശേഷമാണ് മകര ജ്യോതി തെളിഞ്ഞത്. എന്തായാലും ഇപ്പോൾ രജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ സന്നിധാനത്ത് നിന്ന് ഭക്തരെല്ലാം പമ്പയിലേക്ക് മടങ്ങുന്ന ഒരു സമയമാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത് കുമാർ.